ഓപ്പറേഷൻ തൂഫാൻ കൊച്ചി സിറ്റി പോലീസിന്റെ വൻ ലഹരി മരുന്ന് വേട്ട. നഗരപരിധിയിൽ നടത്തിയ പരിശോധനയിൽ 37 പേരെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, ഈ ഓപ്പറേഷൻ തൂഫാൻ വളരെ സ്ട്രോങ് ആണ് അല്ലേ? വലിയ ലഹരി മരുന്ന് വേട്ടയാണ് കൊച്ചിയിൽ നടന്നിരിക്കുന്നത്. തീർച്ചയായും 100ഓളം കേസുകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. അത് വലിയൊരു നമ്പറാണ്. ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് 100ഓളം കേസുകളിൽ നിന്നാണ് ഈ 37 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയധികം കേസുകളും ഇത്രയധികം അറസ്റ്റുകളും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലെ തൃക്കാക്കരയിലാണ് വലിയൊരു റെയ്ഡ് നടന്നിട്ടുള്ളത്. തൃക്കാക്കരയിൽ ഒരു ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ലഹരിമരുന്ന് ഇടപാടുകാരിൽ നിന്ന് ആഡംബര കാറും 1 ലക്ഷം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. തൃക്കാക്കരയിൽ നിന്ന് ഇതിനു മുൻപും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ വലിയ തോതിലുള്ള ലഹരി വേട്ടകൾ നടന്നിട്ടുണ്ട്. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഇന്നലെ വീണ്ടും ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ അവിടെ നിന്ന് പിടിച്ചെടുക്കുകയുണ്ടായി. കളമശ്ശേരി സ്വദേശി ആസിഫ് കെ.എം, പാലക്കാട് സ്വദേശി അർജുൻ BS, കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള രതീഷ് എന്നിവരാണ് ഇന്നലെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് അറസ്റ്റിലായിട്ടുള്ള 3 പേർ. 437 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടികൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഫ്ളാറ്റിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന തുടരുന്നുണ്ട്. എന്തായാലും ഈ വിവിധ ഇടങ്ങളിൽ കൊച്ചി കേന്ദ്രീകരിച്ച ലഹരി വലിയ തോതിൽ വിതരണം നടക്കുന്നു എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പോലീസ് റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രത്യേക ഓപ്പറേഷൻ വരുന്നത്. കൊച്ചിയിലെ വിവിധ മേഖലകളിൽ, അത് റൂറൽ, സിറ്റി മേഖലകളിലൊക്കെ തന്നെ വിശദമായ പരിശോധനകൾ നടക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ 37 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. റൂറൽ മേഖലകളിലെ കണക്കുകളൊക്കെ വരാൻ ഇനി കാത്തിരിക്കുകയാണ്. മായ. അശ്വതിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കൊച്ചി സിറ്റി പോലീസിന്റെ വൻ ലഹരി മരുന്ന് വേട്ടയാണ് നടന്നിരിക്കുന്നത്.